പുത്തൻ സ്കൂൾ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്ത ഹൈബി ഈഡനോട് എടവനക്കാട് SDPY KPM ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ ആവശ്യപ്പെട്ടത് ഒറ്റക്കാര്യം: സ്കൂൾ ബസ് MP ഓടിക്കണം. എല്ലാവരുടെയും സ്നേഹനിർഭരമായ ആവശ്യം പരിഗണിച്ച് ഹൈബി ഡ്രൈവിംഗ് സീറ്റിലേക്കിരുന്നു. പരിചയസമ്പന്നനായ ഒരു ഡ്രൈവറെ പോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നായരമ്പലം ഭാഗത്തേക്ക് സ്കൂൾ ബസിന്റെ ആദ്യ യാത്ര ഗംഭീരമാക്കി. യാത്രക്കാരായ കുട്ടികളുടെയും അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും കണ്ണുകളിൽ വിടർന്നത് വിസ്മയം. അത്രയേറെ അനായാസമായാണ് MP തിരക്കുപിടിച്ച വൈപ്പിൻ മുനമ്പം റോഡിൽ ബസ് ഓടിച്ചത്. MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്കൂളിന് ബസ് വാങ്ങി നൽകിയത്. സ്കൂൾ ബാൻഡ് സംഘവും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളും ചേർന്ന് സല്യൂട്ട് നൽകി MPയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ സ്കൂളിലെ MP ലാഡ്സ് ഫണ്ട് ഉപയോഗിച്ച് 20 ലക്ഷം രൂപ ചെലവഴിച്ച് ഇവിടുത്തെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഒരു യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സ്കൂൾ ബസിന്റെ ഔദ്യോഗികമായ കൈമാറ്റ ചടങ്ങിൽ സംബന്ധിക്കുന്നു. ഉന്നയിച്ച സ്കൂളുകളിൽ ഒന്നായിരുന്നു SDPY KPMH സ്കൂൾ. പക്ഷേ യഥാർത്ഥത്തിൽ പള്ളുരുത്തി SDPY സ്കൂളിന്റെ അനുബന്ധമായി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഇതെന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രീ അറക്കത്തറ സന്തോഷ് SNDP യോഗത്തിന്റെ അവിടുത്തെ പ്രസിഡന്റ്, കൊച്ചി താലൂക്ക് പ്രസിഡന്റുമായി ഏറെ അടുപ്പമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ട്രസ്റ്റായി പ്രവർത്തിക്കുന്ന ആ സ്കൂള്, ട്രസ്റ്റ് ആയി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഞങ്ങൾക്ക് ഫണ്ട് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ +2 ബ്ലോക്കിന് വേണ്ടി 30 ലക്ഷം രൂപ പള്ളുരുത്തി SDPY സ്കൂളിന് അനുവദിക്കുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്തോഷ വാർത്തയും ഞാൻ നിങ്ങളോട് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് LC ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം KG ഡോണോ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PN തങ്കരാജ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VK ഇക്ബാൽ, ഗ്രാമപഞ്ചായത്ത് അംഗം KJ ആൽബി, ഹെഡ് മിസ്റ്റർ C രത്നകല, PTA പ്രസിഡന്റ് KA അബ്ദുൾ റസാഖ് എന്നിവർ പ്രസംഗിച്ചു.